നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെന്താ പ്രണവ് ഹോട്ടലൊക്കെ വന്ന് ഇറങ്ങുന്നേ? പ്രണവായിരിക്കും ഇന്ന് ഈ ഫംഗ്ഷനില് ഏറ്റവും ലക്ഷറീസ് ആയ വാഹനത്തിൽ വന്നത്. പ്രണവിന് ഇതെന്തു പറ്റി? മൾട്ടി മില്യണറായ ഒരാള് ഇതുപോലൊരു ഫംഗ്ഷന് ഹോട്ടലാണോ വരട്ടെ? അത് കാറ് സർവീസിന് വേണ്ടി കൊണ്ടുപോയേക്കോ. അതാ വെറുതെ നമ്പർ ഇറക്കല്ലേ പ്രണവേ. ഈശ്വരമംഗലം വീട്ടില് ഒരു കാറ് സർവീസിന് കൊണ്ടുപോയാ പിന്നെ ഓട്ടോ മാത്രമാണല്ലോ എല്ലാവർക്കും ആശ്രയം. ഇത് വേറെന്തോ വിഷയം. പ്രണവിന്റെ മുഖം മാറുന്നുണ്ടല്ലോ. ഈ ദേഷ്യം ഇതുപോലെ ഒന്ന് വളർത്തി ഗൗതമിന് നേർക്ക് തിരിച്ചുവിടാൻ പറ്റിയ ഈ കപ്പിൾസ് പാർട്ടി വിജയായെന്ന് പറയാം. പ്രണവിന്റെ ഭാവം കണ്ടിട്ടെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, വെറുതെ പറഞ്ഞു ഓവറാക്കല്ലേ. പ്രണവ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറാ പ്രണവ്. ഓണറാണെന്നൊക്കെ പറയുന്നത് ഒരു പറച്ചില് മാത്രമാണെന്ന് ഇൻഡസ്ട്രിയിൽ ആർക്കാണ് അറിയാത്തത്? ഈശ്വരമംഗലം ഗ്രൂപ്പ് എന്നും ഗൗതം സാറിന്റെ തന്നെയാണ്. പ്രണവിന് എവിടെ കണ്ണു തട്ടാതിരിക്കാൻ ഇരുത്തിയിരിക്കുന്നത് മാത്ര. പ്രണവ് വൈഫിനെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ച് ബിൽഡപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിരിക്കും. സത്യയെ കുട്ടിക്ക് അറിയില്ലല്ലോ. ഡമ്മി മാത്രമാണെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? ഉള്ളത് പറയല്ല പ്രണവേ, ഇവര് പറഞ്ഞ വെറും വാക്കല്ല. പുറത്ത് അങ്ങനെ ഒരു കരക്കമ്പിയുണ്ട്. ഫംഗ്ഷനുകൾക്ക് പോകാൻ ഓട്ടോ കാശ് പോലും കാണില്ല. നടന്നു വരേണ്ടി വരും ഈ റബ്ബർ സ്റ്റാമ്പിനൊന്ന്. എന്താ പ്രണവേ ഇത്? ഒരു തമാശ പറഞ്ഞാൽ ഇങ്ങനെ വരണ്ടാവണോ? പരസ്പരം തമാശ പറയാനും ആസ്വദിക്കാനൊക്കെ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുന്നത്. ഒരാളെ ഇൻസൾട്ട് ചെയ്തിട്ടാണോ തമാശ പറയുന്നത്? സ്വന്തം കുറവുകൾ വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്നത് കൊണ്ടാ പ്രണവിന് ദേഷ്യം വന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിച്ച് കാണിക്കണം. ഓട്ടെ പ്രണവേ, വാ അകത്തേക്ക് പോ. വെൽക്കം പ്രണവ്. ഒരു കപ്പിൾ പാർട്ടി എന്തോന്നാ പ്രണവേ കാണിക്കുന്നേ? വളരെ മോശമായി പോയി. നിങ്ങൾ വന്നേ, വെറുതെ മൂട് കളയാൻ നിൽക്കാതെ അകത്തേക്ക് പോ. പ്രണവിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷയില്ല. ദിസ് ഈസ് മാഡ്നസ്. വാശിവാനി, നമുക്ക് പോവാം. പ്രണവ് നിന്നെ ഒരു കാര്യം പറയട്ടെ. നോക്ക്, ഇപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന് പങ്കെടുക്കാതെ പോകുന്നത് മോശം. ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും ഇനി അവർക്കിടയിലേക്ക് ചെന്ന് കയറണമെന്നാണോ? നീ കേട്ടല്ലേ എല്ലാം? അവര് പറഞ്ഞത് തെറ്റ് തന്നെയാ. എനിക്കും ദേഷ്യം തോന്നി. പക്ഷെ എനിക്ക് ദേഷ്യം തോന്നുന്നത് അവരോടല്ല, ഗൗതമിനോടും നിധിയോടും. ഇതൊന്നും പ്രണവിനോട് ഞാൻ ഈശ്വരമംഗലം വിട്ട് ഇറങ്ങും വരെയും ഇനി പറയരുതെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാതിരിക്കാനാവുന്നില്ല. ബുദ്ധിയുള്ള ഒരാളല്ലേ പ്രണവ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് നടത്തി കാണിക്കാൻ പുറത്തുള്ള ഒരാളെ വെല്ലുവിളിക്കണമെങ്കിൽ, പ്രണവ് ഈശ്വരമംഗലം ഗ്രൂപ്പിലെ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്ന് ഒരാൾ പറയണമെങ്കിൽ അതവരെ പറഞ്ഞു പഠിപ്പിച്ച വേറെ ഒരാൾ ഉണ്ടാവണമല്ലോ. അതാരായിരിക്കും? ചേട്ടന്റെ തണല് പറ്റി നിൽക്കുന്നിടത്തോളം കാലം പുറത്തുള്ളവർ പലതും പറയും. പ്രണവിനത് കേൾക്കേണ്ടിയും വരും. 6 മാസത്തിനുള്ളിൽ എന്റെ സ്നേഹം പ്രണവിന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകേണ്ടവളാ ഞാൻ. പക്ഷെ പോകുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമുണ്ട്. പ്രണവ് സ്വന്തം കാലിൽ നിൽക്കുന്നത് എനിക്ക് കാണണം. ഒരു ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് പ്രണവ് വാങ്ങുന്നതിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാൽ അത് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കണ്ടോളാം. ഇപ്പേറ്റ അപമാനമില്ലേ, അതിൽ തളരുകയല്ല വേണ്ടത്. അതിനെ ഒരു ഊർജ്ജമാക്കി മാറ്റിയെടുക്കണം. ജീവിതത്തിൽ തനിച്ച് നിന്ന് വിജയിച്ച് കാണിക്കണം. ഇവിടെ നിന്ന് ഒളിച്ചോടി കളയരുത് പ്രണവേ. ഇപ്പൊ അപമാനിച്ചവരുടെ മുന്നിലേക്ക് നമ്മൾ കയറി ചെല്ലണം. അതാണ് ഹീറോയിസം. പ്രണവ് തന്നെ. Sama-sama, hasiya way. Sama-sama, hasiya way. Sama-sama, hasiya way. Sama-sama, hasiya way.
നിൽക്കല്ലേ. Sama sama, yes, I away. Sama sama, I see you.